ഹലോ ഗായ്സ്, നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അത് ഒത്തിരി നേരത്തെ ഇടേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷെ ഒത്തിരി ലേറ്റായിപ്പോയി. കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം ഞാനത് ഇടാൻ മറന്നുപോയതല്ല, ടൈം കിട്ടിയില്ല അത് എന്ന് വേണം പറയാം. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കാറുണ്ട്, അതായത് ആനയും സിംഹവും ഒന്നുമില്ല, പക്ഷേ പന്നിയുണ്ട്. അങ്ങനെ ആ കാട്ടിൻ്റെ ഇടയിൽ അതിസാഹസികമായി കമ്പൊക്കെ വെട്ടിക്കൊണ്ട് വരുന്ന ഇതൊക്കെയാണ്. ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വലിയ ബിൽഡപ്പൊക്കെ ഇട്ടൊക്കെയാണ് വെട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് മരങ്ങളൊക്കെ വെട്ടാനുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടേണ്ടതാണ് എന്ന് ഞാൻ പറയത്തില്ല, വേണമെന്നുണ്ടെങ്കിൽ അവരവർ പോയി വെട്ടണം. അപ്പം എൻ്റെ ക്യാമറമാൻ എൻ്റെ മോളാണ്. അങ്ങനെ ഞാൻ അതിസാഹസികമായി 3-4 കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് അപ്പം എടുക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മൾ തന്നെ പോകേണ്ടി വരും. നാട്ടുകാർ വന്ന് എടുത്ത് തരുമെന്ന് പറഞ്ഞ് വിളക്കിയിരിക്കില്ല. അപ്പം ഞാൻ വെട്ടിക്കൊണ്ട് വന്ന കമ്പനി എല്ലാവരും ആക്ഷേപിക്കുന്നു. എന്നാലും കുഴപ്പമില്ല, അതെല്ലാം ആക്ഷേപങ്ങളെല്ലാം ഞാൻ കേട്ടോണ്ട് അങ്ങനെ അതിസാഹസികമായിട്ട് എല്ലാം എടുത്തുകൊണ്ട് വന്ന് അപ്പം എൻ്റെ ക്യാമറാമാൻ ബാക്കിലുണ്ട്. അപ്പം അത് കമ്പുകൾ നല്ലതുപോലെ വെട്ടിയരിഞ്ഞില്ല, അതിൻ്റെ കറക്റ്റായിട്ടൊക്കെ ഞാനല്ല ചെയ്തത്. അതിനൊക്കെ നമ്മൾ ആളിനെ വെച്ചു. എന്നിട്ട് നമ്മൾ ആളിനല്ല, എൻ്റെ വീട്ടിലുള്ള ആൾ തന്നെ. എന്നിട്ട് 4 കുഴിയൊക്കെ എടുത്തു, എന്നത്തെയും പോലെ കുഴിയൊക്കെ എടുത്തു. പിറ്റന്നാണ് പിന്നെ പരിപാടികൾ തുടങ്ങുന്നത്. ഒന്ന് സ്പീഡപ്പാക്കി എന്നിട്ടതാണ്, പക്ഷെ ഇങ്ങനെയല്ല, ഞാൻ ഇഴഞ്ഞാണ് ചെയ്തത്. വീഡിയോയിൽ കാണുമ്പോൾ നല്ല സ്പീഡപ്പൊക്കെ ആയിട്ടൊക്കെ തോന്നും. അപ്പോഴും നമ്മൾ ഒരു കമ്പെടുത്ത് കുത്തി വെച്ച്, പിന്നെ അതിൻ്റെ മീതെ എടുത്ത് വീണ്ടും വെച്ച്, പിന്നെ എടുത്ത് അതിനെ കെട്ടി വലിഞ്ഞ് വെച്ച്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാമറ പിടിക്കേണ്ടിയിരുന്നു. നമ്മളവിടെ കൊണ്ടുവന്ന് ചാരി അങ്ങ് വെച്ചു. അങ്ങനെ എൻ്റെ മോൾ കൂടെ വന്ന് പറയുന്നു, അമ്മയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ല, 24 മണിക്കൂർ ക്യാമറ ഓണാക്കി പിടിക്കുന്നതൊക്കെ പോകുന്ന ജോലി എന്നൊക്കെ ചോദിച്ചു. ഞാനും പിന്നെ എന്നിട്ട് ഒരു ഇതൊന്നും കൊടുത്തില്ല. പിന്നെ എൻ്റെ ഫൈനലി ഇങ്ങനെ കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വീട് വയ്ക്കാനുള്ളവർ എന്നെ ബന്ധപ്പെടുക എന്ന് ഞാൻ പറയത്തില്ല, വീട് വയ്ക്കാൻ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കമ്പൊക്കെ കുത്തി നല്ലതുപോലെ ആക്കി എടുത്ത്, പിന്നെ ഇനി അത് ഉറച്ചു നിൽക്കാനായിട്ട് വീണ്ടും 4 ഭാഗത്തോട്ട് എടുത്ത് വയ്ക്കണം. എന്നിട്ടതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ വീണ്ടും അതിനോട്ട് പിന്നെ കോണിപ്പുറത്ത് കെട്ടി, പിന്നെ എടുത്ത് വെച്ചൊരു ഡബിൾ മുണ്ട് തീർന്നു കിട്ടി. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരു വരവേപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് പോയി കണ്ടിട്ട് വന്നു. എന്നിട്ട് നമ്മളായിട്ട് ഓട്ട പാടിപ്പോയില്ല. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേൽക്കൂരയിലേക്ക് ഈ വൈക്കോലെടുത്ത് വെക്കുകയാണ്. വൈക്കോല് നമ്മൾ ഒരു പിടി വൈക്കോല് 37 രൂപ കൊണ്ടാണ് മേടിച്ചത്. അതെടുത്ത് അതിനകത്ത് വെച്ചപ്പോൾ എനിക്കറിയത്തില്ല, വലിയ ധാരണയും കാര്യങ്ങളൊക്കെയാണ്. വീണ്ടും അത് വലിക്കാറിയിട്ട് ഇപ്പോൾ എങ്ങനെ വെക്കണമെന്ന് അറിയാൻ വയ്യ, ആകെപ്പാടെ ടെൻഷനായി. എന്നാലും ഫൈനലി ഇങ്ങനെ വാരിക്കോരിയൊക്കെ അങ്ങ് വെച്ചു. പിന്നെ ഇനി ഡെക്കറേഷൻ ചെയ്തൊക്കെ എടുക്കണം. വയ്ക്കുന്നത് തന്നെ ഒരു മരാമത്ത് പണിയാണ്. എന്നിട്ട് നോക്കിയപ്പോൾ ഒരു ഇതൊക്കെ എടുത്ത് വയ്ക്കൊരു അതിനെന്തോ പറയുന്നത് അറിയാനും വയ്യ. അപ്പം ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ. അതൊക്കെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച്, അപ്പം ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി. അപ്പം ഫൈനലി ഇതൊക്കെയാണ്. 2-3 പ്രാവശ്യമായിട്ടൊക്കെ ഞാൻ ഷൂട്ടെടുത്ത് കൊള്ളാമോ അല്ലേന്ന് അറിയണ്ടേ. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ മൊബൈലൊക്കെ മാറ്റിയെടുത്തൊക്കെ നോക്കിയപ്പോൾ ഫൈനലി എത്രയൊക്കെ എടുത്തിട്ടും ഇത്ര തന്നെ വരുന്നു. അങ്ങനെ നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നിങ്ങൾക്ക് നേരുന്നു, ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.